രസങ്ങളിലേക്ക് കടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം. ഒരു തക്കാളി ഇടാം, പിന്നെ കായവും കുരുമുളകും ചേർക്കണം, പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. രസമുണ്ടാക്കാനുള്ള പൊടി കടയിലും കിട്ടും. പക്ഷെ സരോജ് കുമാർ പറഞ്ഞ പോലെ രസപ്പൊടി ഇടാതെ നാടൻ രസം വീട്ടിലെങ്ങനെ വെക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. രസത്തിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക്, ജീരകം, പിന്നെ ആവശ്യത്തിന് വറ്റൽമുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ നല്ല മണവും വരും, പിന്നെ ഇതുപോലെ ഒന്ന് പൊട്ടുകയും ചെയ്യും. അത് പൊട്ടിക്കഴിഞ്ഞ് ഒന്ന് വാങ്ങി വെച്ച് ഇടിക്കലിൽ ചൂടോടെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച് ആ ചൂടോടെ തന്നെ നല്ലോണം ഇടിക്കണം, എന്നാലേ പൊടിയായി കിട്ടൂ. ഒരുപാടങ്ങ് പൊടിയാവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. രസത്തിൻ്റെ മസാല തയ്യാറായിട്ടുണ്ട്. നൈസ് പൊടിയാവാതെ ഇതുപോലെയാണ് തരിയാവേണ്ടത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച തോരൻ പരിപ്പ് കുക്കറിലിട്ട് ഉടയുന്ന വരെ നല്ലോണം വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വരുന്ന വരെ വേവിക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് വെളുത്തുള്ളിൻ്റെ കളറ് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ചതയുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് വണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് തിളക്കാനാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിനെ ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പരിപ്പിട്ടതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഇട്ടെടുക്കുക. ഇതിലേക്ക് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് നെയ്യും. നെയ്യ് എന്തിനാന്ന് വെച്ചാൽ അതിന് പ്രത്യേക മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യിടുന്നത്. നെയ്യിട്ട് ഇളക്കിയതിന് ശേഷം പുളി ഉണ്ടോയെന്ന് നോക്കുക. പുളി ഒരുപാട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇടുക. ഞാനിവിടെ ഇട്ടിട്ടില്ല, എൻ്റെ പുളി കറക്റ്റാണ്. ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയ രസപ്പൊടി ഇല്ലാതെ വീട്ടിൽ തന്നെ തനി നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ രസം തയ്യാറായിട്ടുണ്ട്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.